ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മൾ രാമദാസിൽ ദൃശ്യം 3 കാണാനായിട്ട് ഇരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പം നമ്മൾ അത്ര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സീനാണ്. അപ്പം ഞങ്ങൾ ഇത്തിരി നേരത്തെ എത്തി. അപ്പം ഞങ്ങൾ എന്ത് സന്തോഷത്തിലാണെന്നറിയോ. എൻ്റെ പൊന്നോ, ദൃശ്യം 3 കണ്ടു വന്നില്ല. ഹാങ്ങിങ്ങിൽ ഇന്നലെ 1 മണിയായി വീട്ടിലെത്തിയപ്പോൾ. പക്ഷേ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വാങ്ങിയിട്ട് ഒരു കഥ എത്ര രീതിയിലാണെന്നറിയോ കൊണ്ടുപോകുന്നത്. ഒരു കഥ പല രീതിയല്ല പറയുന്നത്. ഒരു കഥയെ എന്താ പറയുക, എന്താ ഒരു വേറെ ജിത്തു ജോസഫിൻ്റെ ഒരു കഴിവുണ്ടല്ലോ, പറയാൻ പറ്റുന്നില്ല. ദൃശ്യം ഫെസ്റ്റിലാണ് എന്നും നമ്മൾ പറയില്ലേ, ദൃശ്യം ഫെസ്റ്റ് തട്ട് എന്നും താഴെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു കഥ, അതാണുള്ളൊരു കഥ. ആ കഥയെ കൊണ്ടുപോകുന്ന ആ ട്വിസ്റ്റുകളുണ്ടല്ലോ, ട്വിസ്റ്റാണ് ദൃശ്യത്തെ. അതിൻ്റെ പോലെ ഒരാൾക്ക് ജീവിക്കാനുള്ള നമ്മുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, നമ്മളങ്ങ് എന്താ പറയുക, സിനിമ അങ്ങ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എന്താ പറയാ, ഈ മോഹൻലാല് അയ്യോ, ഇതൊന്നും ഇനി വേറെ ഭാഷയിലൊന്നും എടുക്കല്ലേ. ഈ മോഹൻലാലിനോട് എത്തില്ലെങ്കിൽ ഒന്നും. ആ പവറിലാണ് മോഹൻലാലിന് ആ സിനിമേനെ എത്തിച്ചിരിക്കുന്നത്. ആ ഹൈപ്പ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നു, അതൊന്നും ഇനി ഒരു ഭാഷയിലുള്ള ആൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. അഭിനയിക്കാൻ പറ്റും 100% ഉറപ്പ്. കാരണം അതേപോലെയാണ് ആ മോഹൻലാലിൻ്റെ തട്ട്. അത് അവിടെ തന്നെയാണ് മക്കളെ. എന്താ പറയുക, അടിപൊളിയാണ്. അടിപൊളി ദൃശ്യം 3. നമുക്ക് സിനിമ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും കുറച്ച് ദിവസം ഒരു ആഴ്ചയായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ എക്സൈറ്റ്മെൻറ്റും ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ പറയുന്ന സമയത്ത് ആ ജിത്തു ജോസഫിൻ്റെ ബ്രെയിൻ, അതൊക്കെ നമുക്ക് ഇത് സിനിമയിലാണ് എക്സൈറ്റഡ് ആണ്. ആ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും കഴിഞ്ഞില്ല നമുക്ക്. കാരണം ഒരു കഥയെ കൊണ്ടുപോയിരിക്കുന്ന ലെവലുണ്ടല്ലോ, ആ ലെവലിലേക്ക് എൻ്റെ പിന്നെ അത് എഴുതണ്ടേ, എഴുതി തീർക്കണ്ടേ ഒരു കഥ. ആ ഒരു സ്ക്രിപ്റ്റ് എഴുതണ്ടേ, ആ എഴുതാനുള്ള ഒരു കഴിവ് വേണ്ടേ. അത് നമ്മുടെ ലാലേട്ടൻ തീർത്തു. അയ്യോ, എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ വന്നത്. ലാലേട്ടൻ ഇപ്പോൾ കുറച്ച് കാലം ലാലേട്ടനെ കാണാനില്ല, തുടരും സിനിമയിലാണ് ലാലേട്ടൻ്റെ പഴയ പെർഫോമൻസ് ഒക്കെ എത്തിയത് എന്നൊക്കെ പലരും പറഞ്ഞു. അല്ല, 13 വർഷം മുൻപ് ദൃശ്യം 1 എങ്ങനെ ഉണ്ടായിരുന്നോ ലാലേട്ടൻ്റെ അഭിനയം, അതിൻ്റെ ഹൈപ്പിലാണ് ഇപ്പോഴും ലാലേട്ടൻ നിന്നുകൊണ്ടിരിക്കണേന്നുള്ളത് ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു അവിടെ ഈ 13 വർഷം ഒരു മനുഷ്യൻ അഭിനയിച്ച് വെച്ചിരിക്കുന്ന ഒരു ലെവലുണ്ടല്ലോ. നമ്മൾ പറയില്ലേ, ആ ലെവൽ എന്നും ഉയർന്നു തന്നെയാണ്. നമ്മൾ 13 വർഷം ദൃശ്യം 1 കാണുമ്പോൾ ഒരു കഥ ഉണ്ടാക്കി ആ കഥയിലേക്ക് അഭിനയിച്ച് ആ പകർന്നു കൊടുക്കുന്ന ഒരു ആത്മാവുണ്ടല്ലോ. ആ ആത്മാവിനെ 13 വർഷത്തിന് നമ്മൾ ആ ഒരു 13 വർഷം കഴിഞ്ഞിട്ടും ആത്മാവ് തന്നെ ആ സിനിമയിലുണ്ടെങ്കിൽ, ആത്മാവ് നമ്മുടെ ലാലേട്ടന് നിൽക്കുന്നുണ്ടെങ്കിൽ, ആള് ഒരു എന്താ പറയുക, നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ലാലേട്ടൻ അത് അത്ര ലെവലാണ്. നമുക്ക് ദൃശ്യം കാണാൻ മസ്റ്റ് വാച്ചാണ് കേട്ടോ, മസ്റ്റ് വാച്ച്. അത് കണ്ടേ പറ്റുള്ളൂ. ഒരാൾക്ക് പോലും അത് നമുക്ക് ആദ്യം ചെന്നിരുന്നപ്പോൾ ഇത് എവിടെ പോകുന്നത്, ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത്, ദൃശ്യം എങ്ങോട്ട് പോണേ നമുക്ക് ഇതാവില്ല. പിന്നെ നമുക്ക് മനസ്സിലായി പണി വരുന്നുണ്ട് എന്നുള്ളത്. ആ പണി വരുന്നുണ്ടെന്ന് ഉള്ള ആ നമ്മുടെ ഒരു ഇതില്ല, അതാണ് സിനിമ. കാണണം. പിന്നെ ഓരോരുത്തരും, അതായത് ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ആ ആളെ വെച്ചിട്ട് തന്നെ ഒരു 3 പേരെ നമ്മൾ എത്തിക്കാന്നൊക്കെ പറയുന്നത്. ആ ആൾക്കാരെ അവതരിപ്പിച്ച് കൊടുക്കുന്ന അവരുടെ ആത്മാവ്, നമ്മൾ പറയില്ല, ഒരു സിനിമയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആത്മാവുണ്ടല്ലോ, അത് വെച്ചിട്ടാണല്ലോ ആ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങളും അവരവരുടെ ആ ക്യാരക്ടർ അതേ അളവിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്
അത് ഒരു ഡയറക്ടറുടെ കഴിവ് തന്നെയില്ലേ നമ്മൾ പറയില്ലേ. ഓരോരുത്തർക്കും അതിൻ്റെതായ അവസ്ഥയിലേക്ക് വരുന്ന ആ ഡയറക്ടർ, എഴുത്ത്, അതെല്ലാം ജിത്തു ജോസഫ് എന്താ പറയുക, അത്രയാണ്. ഓ, ഇതൊക്കെ പറയാനില്ല. അത് നമ്മൾ പറയില്ല, ഓരോരോ കഥാപാത്രങ്ങൾ അവരവരുടെ ആ സ്ഥാനത്ത് നിന്ന് അവരവരുടെ ആ റോള് ഇത്രയും വിജയകരമാകണമെങ്കിൽ അത്രയും ആത്മാവ് കൊടുക്കണം. ആത്മാവ് തന്നെയാണ് ഇവിടെ എന്ന് പറയല്. നല്ല അവരവരുടെ ജീവിതം നമ്മുടെ പേരല്ലല്ലോ, നമ്മുടെ ആത്മാവാണ് ഇവിടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവിനെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഒരു ലൈഫ്, ഓരോരുത്തരുടെ ലൈഫ്, നമ്മുടെ ലൈഫ് നമ്മളുടേതാണ്. നമുക്ക് ജീവിക്കണം എന്നുള്ള ഒരു തോന്നല്, നമ്മൾ ആ ഒരു ലൈഫ് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തും തരണം ചെയ്ത് കൊണ്ടുപോകാൻ പോകണം എന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തിലൂടെ കഥ പോകുമ്പോഴേ നമ്മളൊക്കെ ഓ ലാലേട്ടൻ ഈ സിനിമയിൽ നിന്നൊക്കെ ഹിന്ദിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഹിന്ദിയൊക്കെ എന്ത് ഇതായിരുന്നു. പക്ഷെ മലയാളത്തിൽ നമ്മുടെ ലാലേട്ടൻ ഇത് ലോകമെത്തിക്കോളും. ഇതൊരു ഭാഷയിലേക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് ലോകമെമ്പാടും ജനങ്ങളിരുന്ന് ഓ അത്ര തൂക്കിയെടുക്കും. അതേപോലത്തെ പടാണ് പറയാൻ പറ്റാണ്ടേ. നമ്മൾ സ്റ്റണ്ടായിട്ട് ഇരിക്കില്ലേ, ആ ഒരു ഒന്നും പറയാൻ പറ്റില്ല. അതേപോലെയാണ് കഥ പോണത്. അപ്പോൾ ആ ഒരു അവരുടെ അഭിനയം അതൊക്കെ കാണുമ്പോൾ നമ്മളങ്ങ് അതിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്നിട്ടേ നമ്മൾ ആ വേറൊരു ലോകത്തായി പോടോ, വേറൊരു ലോകത്ത്. ഓ അത് കാണൂട്ടാ, എല്ലാവരും കാണണം. അതാണ് അതിൻ്റെ ഒരു ആ സിനിമ. പറയാൻ പറ്റുന്നില്ല, എന്താ പറയുക, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതെന്താണെന്ന്. അതേപോലെയാണോ സിനിമ കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരു കഥയായിട്ട്, നമ്മളൊരു ജീവിതമായിട്ടാണല്ലോ ഇത് കാണുന്നത്. ഒരാളുടെ ജീവിതം, ആളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥ പോകുമ്പോൾ അതിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ്. നമ്മൾ ഓരോരുത്തരും ആളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കഥാപാത്രത്തിൽ ജീവൻ കൊടുക്കണ ആ ജീവിതം കാണുമ്പോൾ നമ്മളും എന്തൊക്കെയോ നമ്മളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോഴേ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണല്ലേ. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണത് നമുക്ക് അഭിനയിച്ച് തീർക്കാൻ. നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ ക്യാമറയും ഇതൊന്നുമില്ല, പക്ഷെ അത് അഭിനയിക്കണ്ടേ. ഒരാളുടെ ജീവിതത്തിലൂടെ ആ ഒരാളുടെ ജീവിതം നമ്മൾ കടന്ന് അതിലൂടെ പോകുന്ന ഒരാളെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ നമ്മുടെ ലാലേട്ടന് തന്നെ പറ്റുള്ളൂ ഇതൊക്കെ. ആ ഒരു നോട്ടം, ആ ഒരു ചിരി, എല്ലാം ലാലേട്ടനെ പറ്റുള്ളൂ. ലാലേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ, ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. ഐ ലവ് യു ലാലേട്ട, ഐ ലവ് യു സോ മച്ച്. അച്ചിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.